2 ദിവസമായി CPM സംസ്ഥാന സമിതിയിൽ ചർച്ച നടത്തിയിട്ടും ഒലിച്ചുപോയ അടിത്തറ ശക്തിപ്പെടുത്തുവാനുള്ള തിരുത്തൽ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഇനിയും CPMനുള്ളിൽ തീരുമാനമായിട്ടില്ല. അതിനുദാഹരണമാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമായത്. പതിവ് പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെയും തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെയും തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന ശൈലിയാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. കനത്ത തോൽവി ഭരണവിരുദ്ധ വികാരമാണെന്നും പാർട്ടിയിലും സർക്കാരിലും ശക്തമായ തിരുത്തൽ വേണമെന്ന നിലപാടിലുമാണ് കഴിഞ്ഞ ദിവസവും നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരരുതെന്ന് പിണറായി വിഭാഗം ഉന്നയിച്ചതോടെ എവിടെ നിന്ന് തിരുത്തണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ വ്യക്തത വന്നിട്ടില്ല. MV ഗോവിന്ദനും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റണം എന്നതാണ്. ഒരാളുടെ ശൈലി എന്നത് പെട്ടെന്നുണ്ടാകുന്നതല്ല, കാലങ്ങളായി ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അത് പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുമെന്നൊക്കെയാണ് MV ഗോവിന്ദൻ ചോദിച്ചത്. ശൈലി മാറ്റണം, ഭരണം ജനകീയമാകണം, സർക്കാരിൽ അഴിച്ചുപണി അടിയന്തരമായി വേണം, പാവപ്പെട്ടവർക്ക് നൽകുവാനുള്ള പണം പിടിച്ചുവെച്ച് വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പായുന്ന സർക്കാർ നിലപാട് മാറ്റണം, പോലീസിനെ നിലക്ക് നിർത്തണം തുടങ്ങിയവയാണ് ചർച്ചയിൽ ചില അംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. പാർട്ടി ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച കണക്കുകൾക്ക് മേലുള്ള വിലയിരുത്തലും അവലോകനവും ചർച്ചയുമാണ് കഴിഞ്ഞ ദിവസവും നടന്നത്. തിരുത്തൽ വേണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഉള്ളതെങ്കിലും സ്വയം തിരുത്താനോ സർക്കാർ തിരുത്താനോ തയ്യാറായേക്കില്ല. അതേസമയം ഇടത് കോട്ടകളിൽ പോലും നേരിട്ട വൻ തോൽവി പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യവും പരിഗണിക്കും എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പരിഹാരം കാണാനും പാർട്ടി കോട്ടകളിലെ വിള്ളലുകൾ നികത്താനും CPM പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കടക്കുകയുമാണ്. ഒക്ടോബറിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങും. അടുത്ത ഏപ്രിലോടെ പാർട്ടി കോൺഗ്രസ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടി നീങ്ങുക സമ്മേളനങ്ങൾക്ക് ശേഷമാകും. ഏപ്രിലിനുള്ളിൽ പാർട്ടി കോൺഗ്രസ് നടത്തിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ സമ്മേളനങ്ങൾ സാധ്യമാകൂ. ഈ ഒക്ടോബറിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാക്കാം. അതുവഴി പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഒക്ടോബറിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി നവംബറിൽ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കും. തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും പൂർത്തിയാക്കുവാനാണ് ആലോചിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.